നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ ധർ ജില്ലയിലെ ഭോജ്ശാലയിലുള്ള കമൽ മൗലാന മോസ്ക് സരസ്വതി ക്ഷേത്രം തന്നെയാണെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പ്രഖ്യാപിച്ചു. മസ്ജിദ് കോംപ്ലക്സിൽ നമാസിന് അനുമതി നൽകുന്ന ഹിന്ദുക്കളുടെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പുരാവസ്തുവിന്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 2003 ഉത്തരവ് കോടതി റദ്ദാക്കിയിട്ടുമുണ്ട്. നിർണായകവും ദൂരവ്യാപകവുമായ ഉത്തരവ് കോടിക്കണക്കിന് ഹിന്ദുക്കൾക്ക് ആശ്വാസം പകരുന്നതാണ്. പകരം മസ്ജിദ് നിർമ്മിക്കാൻ സ്ഥലം തേടി മുസ്ലിം സംഘടനകൾക്ക് മധ്യപ്രദേശ് സർക്കാരിനെ സമീപിക്കാവുന്നതാണെന്നും ജസ്റ്റിസുമാരായ വിജയ് കുമാർ ശുക്ല, അലോക് അവസ്തി എന്നിവർ വ്യക്തമാക്കി. ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസാണ് പൊതു താൽപര്യ ഹർജി നൽകിയിരുന്നത്. ഭോജ്ശാലയിലെ കെട്ടിടത്തിന്റെ ഘടന ഒരു ക്ഷേത്രത്തിൻ്റെത് തന്നെയാണ്. ഭോജ്ശാല കോംപ്ലക്സും കമൽ മൗലാന മോസ്കും സംരക്ഷിത സ്മാരകവുമാണ്. തർക്കസ്ഥലത്തിന്റെ മതസ്വഭാവം സരസ്വതി ക്ഷേത്രത്തിൻ്റെത് തന്നെയാണ്. ചരിത്രപരമായ സാഹിത്യവും പുരാവസ്തു സംബന്ധിച്ച പരാമർശങ്ങളും പരിശോധിച്ചാൽ അവിടം സരസ്വതി ക്ഷേത്രമുള്ള ഒരു സംസ്കൃത പഠന കേന്ദ്രമാണെന്ന് വിധിയിൽ പറയുന്നു. ക്ഷേത്രാരാധന കാലങ്ങളായി മുടങ്ങിപ്പോയതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് അവർ കൊണ്ടുപോയ സരസ്വതി വിഗ്രഹം ലണ്ടനിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന കാര്യം കേന്ദ്രം പരിഗണിക്കണമെന്നും കോടതി വ്യക്തമാക്കി. കൂടാതെ ഭോജ്ശാലയിലേത് ക്ഷേത്രമൂർത്തികളെയും ശ്രീകോവിലുകളെയും സംരക്ഷിക്കുക സർക്കാരിന്റെ ബാധ്യത കൂടിയാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഭോജ്ശാലയിലെ കമൽ മൗലാന മോസ്ക് സരസ്വതി ക്ഷേത്രമാണെന്ന് വിധിച്ച മധ്യപ്രദേശ് ഹൈക്കോടതി തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കാനും ക്രമസമാധാനം ഉറപ്പാക്കാനും ആരാധനാമൂർത്തിയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാനും സർക്കാരിന് ഭരണഘടനാപരമായ കടമയുണ്ടെന്നും വ്യക്തമാക്കി. ഇവിടുത്തെ ക്ഷേത്രാരാധന കാലങ്ങളായി അണഞ്ഞുപോയിരിക്കുന്നതാണെന്നും തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഭോജ്ശാല ഹിന്ദുക്കളുടേതാണെന്നും പ്രഖ്യാപിക്കുക, നമാസ് തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹിന്ദു സംഘടനകൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഈ കണ്ടെത്തൽ. ചരിത്രപരവും പുരാവസ്തുപരവുമായ വസ്തുതകളെയാണ് കോടതി അവലംബിച്ചത്. ആർക്കിയോളജിക്കൽ സർവേയുടെ വിജ്ഞാപനങ്ങളും പഠന റിപ്പോർട്ടും പഠിച്ചു. അയോധ്യ കേസിന്റെ സുപ്രീം കോടതി വിധി മാതൃകയാക്കിക്കൊണ്ടാണ് ഭോജ്ശാല വിഷയത്തിൽ തങ്ങൾ നിഗമനത്തിലെത്തിയതെന്ന് ജഡ്ജിമാർ പറഞ്ഞു. പുരാതന സ്മാരകങ്ങൾ സംരക്ഷിക്കുകയും ചരിത്ര പുരാവസ്തു പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ അടക്കമുള്ള കെട്ടിടങ്ങൾ കാത്തു സൂക്ഷിക്കുകയും മാത്രമല്ല, മൂർത്തികളെയും ശ്രീകോവിലുകളെയും സംരക്ഷിക്കുന്നതും സർക്കാരിന്റെ ഭരണഘടനാപരമായ ബാധ്യതയാണ്, കോടതി വ്യക്തമാക്കി. ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ കോടതി ASIയോടും കേന്ദ്ര സർക്കാരിനോടും നിർദ്ദേശിച്ചു. മൊത്തമുള്ള സ്വത്തുക്കളുടെയും മതപരമായ ആചാരങ്ങളുടെയും പരിപാലനം തുടർന്നും ASI തന്നെ നിർവഹിക്കണം. ക്ഷേത്രത്തിലെ സരസ്വതി വിഗ്രഹം മുൻപ് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയതാണ്. അത് ലണ്ടൻ മ്യൂസിയത്തിൽ നിന്ന് മടക്കിയെത്തിച്ച് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠിക്കുന്ന കാര്യം കേന്ദ്രം ആലോചിക്കണം. ഹർജിയിലെ ആവശ്യത്തോട് പ്രതികരിച്ച് കോടതി പറഞ്ഞു. രേഖകൾ ജഡ്ജിമാർ വിശദമായി പഠിച്ചിരുന്നു. മാത്രമല്ല, ജഡ്ജിമാർ മാർച്ച് 24 സദനം സന്ദർശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസാണ് പൊതു താൽപര്യ ഹർജി നൽകിയിരുന്നത്. ഭരണഘടനയിലെ 25-ാം വകുപ്പ് പറയുന്ന മതസ്വാതന്ത്ര്യവും സാംസ്കാരിക പാരമ്പര്യവും സംരക്ഷിക്കാനുള്ള ഭരണഘടനയുടെ 29-ാം വകുപ്പും പാലിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. AD 1034 ഭോജരാജാവിന്റെ കാലത്താണ് സരസ്വതി വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. പിന്നീട് വിഗ്രഹം അശുദ്ധമാക്കുകയും ലണ്ടനിലേക്ക് കടത്തുകയുമായിരുന്നു. മുസ്ലിം ഭരണാധികാരികൾ പണിത മസ്ജിദാണെന്ന് പറഞ്ഞാണ് ക്ഷേത്രത്തിൽ നമാസ് നടത്തിയിരുന്നതെന്നും അവരുടെ നിയമവിരുദ്ധമായ ആവശ്യം ASI അംഗീകരിക്കുകയായിരുന്നുവെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. ക്ഷേത്രഭാഗങ്ങൾ എടുത്തുവെച്ചാണ് നിലവിലുള്ള കെട്ടിടമുണ്ടാക്കിയതെന്ന് ASIയുടെ സർവേയിൽ കണ്ടെത്തിയിരുന്നു. 2024 ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ASI സർവേ നടത്തിയത്. ക്ഷേത്രത്തിന്റെ തൂണുകളും മറ്റും ഉപയോഗിച്ചാണ് മോസ്കിന്റെ പല ഭാഗങ്ങളും പണിതതെന്നും ഒരു തൂണിൽ വികൃതമാക്കപ്പെട്ട ദേവതമാരുടെ കൊത്തുപണികൾ കാണാമെന്നും റിപ്പോർട്ടിലുണ്ട്. മറ്റൊരു തൂണിന്റെ താഴ്ഭാഗത്തും ദേവതമാരുടെ കൊത്തുപണികൾ കാണാം. 2 അലങ്കാര തൂണുകളിലെ ശില്പങ്ങൾ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധം വെട്ടിമുറിച്ചിട്ടുമുണ്ട്, റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സർവേ തടയണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം കക്ഷികൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. നിലവിലെ സ്ഥിതി നിലനിർത്താൻ ഉത്തരവിട്ട സുപ്രീം കോടതി തങ്ങളുടെ അന്തിമ വിധി വരും വരെ റിപ്പോർട്ട് പ്രകാരം മറ്റൊരു നടപടിയും എടുക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.